ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എക്സാം സിലബസിൻ്റെ കൺസർവേഷൻ ലോസ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ സിലബസിൽ 3 കൺസർവേഷൻ ലോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, സെക്കൻഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം, തേർഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ നമ്മൾ ഇന്ന് ഈ 3 കൺസർവേഷൻ ലോസും പഠിച്ച് അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കൺസർവേഷൻ ലോ നോക്കാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം അല്ലെങ്കിൽ രേഖീയ ആക്ക സംരക്ഷണ നിയമം. എന്താ ഇതിൻ്റെ ഡെഫിനിഷൻ? ഇഫ് ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം ഈസ് സീറോ, ദ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് ഒരു സിസ്റ്റത്തിൽ ബാഹ്യബലം ഒന്നും തന്നെ അനുഭവപ്പെടുന്നില്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ആകെ രേഖീയ ആക്കം എന്ന് പറയുന്നത് സ്ഥിരമായിരിക്കും. ഇവിടെ നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് ഗണ്ണിൻ്റെയും പിന്നെ 2 ബോൾസ് തമ്മിലുള്ള കൊളിഷൻ, അതൊക്കെയാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫോർമുല തന്നിട്ടുണ്ട്. എന്താണ്? M1U1 പ്ലസ് M2U2 ഈസ് ഈക്വൽ ടു M1V1 പ്ലസ് M2V2. അപ്പോൾ ഈ ചോദ്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ലോയുടെ ബേസായിട്ട് വരുന്ന ന്യൂട്ടൻ്റെ ലോ ഏതാണെന്ന് വെച്ചാൽ ഏത് പറയും? ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. എന്താ പറയുന്നത്? എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആ ലോ ആണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഫോർമുലയുടെ അർത്ഥം എന്താ? അതായത് ടോട്ടൽ മൊമെൻറ്റം ബിഫോർ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ. അപ്പോൾ ഈ ബിഫോർ ആഫ്റ്റർ എന്തൊക്കെയാവാം? കൊളിഷൻ ആവാം, ബുള്ളറ്റ് ഫയർ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്ലോഷൻ ആവാം. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. വെലോസിറ്റീസിൽ മാറ്റം വരുന്നെങ്കിലും എന്താണ്? മൊമെൻറ്റം ടോട്ടലായിട്ട് നോക്കുമ്പോൾ എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. അപ്പോൾ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. വെൻ എ ഗൺ ഈസ് ഫയർഡ് ഇറ്റ് റീകോയിൽസ് ബാക്ക്വേർഡ് ഡ്യൂ ടു ഡാഷ്. അതായത് ഒരു തോക്ക് ഉപയോഗിച്ച് നമ്മൾ വെടി വയ്ക്കുമ്പോൾ തോക്ക് എന്തുകൊണ്ടാണ് പിന്നിലോട്ട് ഒരു ബലം കൊടുക്കുന്നത് എന്നാണ് ചോദ്യം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ആൻസർ ഈസ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ആക്ക സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ബിഫോർ ഫയറിംഗ് ടോട്ടൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു 0. അതായത് വെടിയുതിർക്കുന്നതിന് മുമ്പുള്ള ആകെ ആക്കം എന്ന് പറയുന്നത് 0ആണ്. ആഫ്റ്റർ ഫയറിംഗ് എന്താ? ബുള്ളറ്റിന് ഫോർവേഡ് മൊമെൻറ്റം കിട്ടും. അതായത് ബുള്ളറ്റ് മുന്നോട്ടല്ലേ പോകുന്നത്, അതുകൊണ്ട് നമുക്ക് ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം പോസിറ്റീവായിട്ട് എടുക്കാം. അതേ സമയത്ത് നമ്മുടെ ഗൺ അല്ലെങ്കിൽ തോക്ക് എന്താണ്? ബാക്ക്വേർഡാണ്, ബാക്ക്വേർഡ് മൊമെൻറ്റം ആണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കാം. ബാക്കിലോട്ടല്ലേ ഫോഴ്സ് കൊടുക്കുന്നത്, നെഗറ്റീവായിട്ട് നമുക്ക് എടുക്കാം. ബാക്കിലോട്ട് മൂവ് ചെയ്യുന്നു. വെലോസിറ്റീസ് ടുവേർഡ്സ് ബാക്ക്വേർഡ്. വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലേ, അതിന് ഡയറക്ഷൻ ഉണ്ടല്ലേ. അപ്പോൾ എന്താണ്? ബുള്ളറ്റിന് ഫോർവേഡും ഗണ്ണിന് ബാക്ക്വേർഡും ആണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവും നെഗറ്റീവായിട്ട് എടുക്കാം. അതുകൊണ്ട് തന്നെ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ടോട്ടൽ 0 കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത നോക്കാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം അഥവാ കോണീയ ആക്ക സംരക്ഷണ നിയമം എന്താ പറയുന്നത്? ഇഫ് നെറ്റ് എക്സ്റ്റേണൽ ടോർക്ക് ഓൺ എ സിസ്റ്റം ഈസ് 0, ഇറ്റ്സ് ആംഗുലാർ മൊമെൻറ്റം L റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് എക്സ്റ്റേണൽ ടോർക്ക് അഥവാ ബാഹ്യ ടോർക്ക് ഒന്നും തന്നെ ഒരു സിസ്റ്റത്തിൽ അനുഭവപ്പെടുന്നില്ല അല്ലെങ്കിൽ 0 ആണെങ്കിൽ അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എപ്പോഴും സ്ഥിരമായിരിക്കും എന്നതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം പറയുന്നത്. അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് ടോ എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു dl/dt ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് L ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അതായത് എക്സ്റ്റേണൽ ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം, അല്ലെങ്കിൽ ടോ എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു dl/dt എന്ന് വെച്ചു. അപ്പോൾ ടോർക്ക് ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? എക്സ്റ്റേണൽ ടോർക്കൊന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ല, അതായത് അത് 0 ആണ് എന്ന് പറയുമ്പോൾ L എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടെ L അല്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? L ഈസ് ഈക്വൽ ടു I ഒമേഗ. അപ്പോൾ ഇവിടെ 2 സിറ്റുവേഷൻ തന്നാൽ നമുക്ക് എന്ത് പറയാം? I1 ഒമേഗ1 ഈസ് ഈക്വൽ ടു I2 ഒമേഗ2. അതായത് 2 സിറ്റുവേഷനിലും എന്താണ്? ടോട്ടൽ എടുക്കുമ്പോൾ ഈക്വലായിട്ട് വരും. അതായത് വെൻ നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട്സ്, ഇഫ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ചേഞ്ചസ്, ആംഗുലാർ വെലോസിറ്റി അഡ്ജസ്റ്റ് സോ ദാറ്റ് I ഒമേഗ സ്റ്റേസ് ദ സെയിം. അതായത് ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ ടോർക്കും ആക്ട് ചെയ്യുന്നില്ലെന്ന് വെച്ചോ,
മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് എന്തോ ഒരു മാറ്റം വരുന്നു, അതായത് ഐ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഐ ചേഞ്ച് ചെയ്യുന്നതിന് പകരമായിട്ട് ആംഗുലാർ വെലോസിറ്റി എന്ത് ചെയ്യും? സ്വയം അഡ്ജസ്റ്റ് ചെയ്യും. എന്താണ്? ഒന്നീ കൂടും കുറയും. എന്തിന്? ഐ ഒമേഗ എപ്പോഴും സെയിം ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അത് അതിൻ്റെ വാല്യൂ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. നെക്സ്റ്റ് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ എക്സാമ്പിൾ നോക്കിക്കേ. വെൻ എ സ്കേറ്റർ പുൾസ് ഇൻ ഹർ ആംസ് വൈൽ സ്പിന്നിങ് ഹർ സ്പീഡ് ഇൻക്രീസസ് ബിക്കോസ് ഡാഷ്. അതായത് ഒരു സ്കേറ്റർ തൻ്റെ കൈകൾ അകത്തോട്ടാക്കുമ്പോൾ സ്പിൻ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ കറങ്ങുന്നതിൻ്റെ സ്പീഡ് കൂടാൻ കാരണം എന്ത്? ഉത്തരം എന്താണ്? ആംഗുലാർ മൊമെൻറ്റം കൺസേർവ്ഡ്. അതായത് ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷൻ നടക്കുന്നത് കൊണ്ടാണ് അവിടെ സ്പീഡ് കൂടുന്നത്. എന്താ ഇവിടുത്തെ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ഒരു സ്കേറ്റർ സ്പിൻ ചെയ്യുമ്പോൾ അവിടെ എന്താണ്? എക്സ്റ്റേണലായിട്ട് ടോർക്കൊന്നും ആക്ട് ചെയ്യുന്നില്ല. അതിനർത്ഥം എന്താ? ആംഗുലാർ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കണമെന്നല്ലേ? അതായത് ഐ ഒമേഗ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ കൈകൾ ഉള്ളിലോട്ടാക്കുമ്പോൾ എന്താ പറ്റുന്നത്? മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കുറയും. എന്താ പറ്റുക? മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കുറയും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആര് കൂടും? ആംഗുലാർ വെലോസിറ്റി കൂടും. വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താ? സ്പീഡല്ലേ. അപ്പോൾ എന്താണ്? ഐ കുറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംഗുലാർ വെലോസിറ്റി കൂടുന്നത് കൊണ്ടിട്ടാണ് എന്ത്? സ്പീഡ് കൂടുന്നത്. അടുത്ത കൺസർവേഷൻ ലോ നോക്കാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ സംരക്ഷണ നിയമം. അപ്പോൾ ഇതിൽ എന്താ പറയുന്നത്? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഇറ്റ് ക്യാൻ ഓൺലി ചേഞ്ച് ഫ്രം വൺ ഫോം ടു അനദർ ബട്ട് ദ ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് നമുക്ക് എനർജി അല്ലെങ്കിൽ ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. പകരം അതിനെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലോട്ട് മാറ്റാൻ കഴിയും. എന്നിരുന്നാലും ആകെ ഊർജം എന്ന് പറയുന്നത് എപ്പോഴും സ്ഥിരമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷനാണ് ഇ ടോട്ടൽ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അതിൻ്റെ സം എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി ഒന്ന് നോക്കിക്കേ. പൊട്ടൻഷ്യൽ എനർജി ക്യാൻ ബിക്കം കൈനറ്റിക് ഓർ വൈസ് വേഴ്സ ബട്ട് ദെയർ സം സ്റ്റേസ് ദ സെയിം. അതായത് പൊട്ടൻഷ്യൽ എനർജിക്ക് കൈനറ്റിക് എനർജി ആയിട്ട് മാറാനും പറ്റും, കൈനറ്റിക് എനർജിക്ക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറാനും പറ്റും. പക്ഷേ അവരുടെ സം എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ അവർ തമ്മിൽ കൂട്ടി നോക്കിയാൽ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എ ഫ്രീലി ഫോളിംഗ് ബോഡീസ് പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസസ് ആൻഡ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ഇൻക്രീസസ് സച്ച് ദാറ്റ് ഡാഷ്. അതായത് നിർബാധം താഴേക്ക് പതിക്കുന്ന ഒരു വസ്തുവിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കുറയുകയും കൈനറ്റിക് എനർജി കൂടുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ആൻസർ ഈസ് ടോട്ടൽ എനർജി കോൺസ്റ്റൻറ്റ്. അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഫ്രീ ആയിട്ട് താഴേക്ക് പതിക്കുന്ന വസ്തു എന്ന് പറഞ്ഞില്ലേ, അതൊരു മാങ്ങയാണെന്ന് കരുതുക. അപ്പോൾ മാങ്ങ ആദ്യമേ മാവിൽ നിൽക്കുന്ന സമയത്ത് മാങ്ങയ്ക്ക് ഏറ്റവും കൂടുതലുള്ള എനർജി ഏത് ഫോമിലായിരിക്കും? മാങ്ങ അവിടെ വെറുതെ നിൽക്കുവാണല്ലേ. അപ്പോൾ സ്റ്റോർഡ് എനർജി, ഒരു ഹൈറ്റിൽ സ്റ്റോർഡ് എനർജി അതേതാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ മാവിൽ നിൽക്കുന്ന സമയത്ത് മാങ്ങയ്ക്ക് ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ എനർജിയാണുള്ളത്. അപ്പോൾ കൈനറ്റിക് എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും. അതെന്താണ്? മൂവ് ചെയ്യുന്നില്ലല്ലോ, മാങ്ങ അവിടെ നിൽക്കുവാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടുതലും കൈനറ്റിക് എനർജി 0യും. അപ്പോൾ മാങ്ങ താഴേക്ക് വീഴുന്നു, താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താ പറ്റുക? പൊട്ടൻഷ്യൽ എനർജി പതുക്കെ 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 കുറയും. പകരം ആര് കൂടും? കൈനറ്റിക് എനർജി കൂടി 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 വരും. അപ്പോൾ ഇവിടെ എന്താണ്? ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി. ഇങ്ങനെ എനർജി കൺസേർവ്ഡ് ആവുന്നു. അതായത് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ആരായിട്ട് മാറുന്നു? കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ വർക്ക്, എനർജി ആൻഡ് പവർ. പ്രവൃത്തിയും ഊർജവും പവറും തമ്മിലുള്ള ബന്ധം. ഇതിന് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ആ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് W ഈസ് ഈക്വൽ ടു FS കോസ് തീറ്റ. W എന്ന് വെച്ചാൽ എന്താണ്? വർക്ക് ഡൺ ആണ് W. എന്താണ് F? അപ്ലൈഡ് ഫോഴ്സ്, നമ്മൾ കൊടുക്കുന്ന ബലമാണ് F. S എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഫോഴ്സ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് എത്രത്തോളം ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്തു എന്നുള്ളത്. അതേ കണക്ക് വാട്ട് ഈസ് തീറ്റ?
തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ എന്നല്ലേ? അപ്പോൾ കോസ് തീറ്റ, ഇവിടെ തീറ്റയുടെ വാല്യൂ 0 ആകുമ്പോൾ എന്താണ്? മാക്സിമം വർക്കായിരിക്കും. എന്താണ്? എഫ് ഡോട്ട് എസ് മാക്സിമം വർക്കായിരിക്കും അവിടെ നടക്കുന്നത്. അതുപോലെ കോസ് തീറ്റ അഥവാ തീറ്റയുടെ വാല്യൂ 90 ആണെങ്കിൽ എന്താ? അവിടെ വർക്കൊന്നും നടക്കുന്നില്ല, 0 വർക്ക് ഡൺ ആണ്. അതുപോലെ തീറ്റയുടെ വാല്യൂ 180 ആണെങ്കിൽ എന്താണ്? വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഫോഴ്സ് എന്ന് പറയാം. അവിടെ ബലത്തിനെതിരായിട്ടാണ് പ്രവൃത്തി നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ്? ബ്രേക്കിംഗ് ഓഫ് എ കാറൊക്കെ ബ്രേക്ക് പിടിച്ച് നിർത്തുന്നത് ഈ തീറ്റ 180 വരുന്നതായിട്ട് നമുക്ക് പറയാം. അടുത്ത ഇക്വേഷൻ W ഈസ് ഈക്വൽ ടു ഡെൽറ്റ കെ, അതായത് വർക്ക് ഡൺ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയുടെ ചേഞ്ചിന് ഈക്വൽ ആണെന്ന് പറയാം. ഡെൽറ്റ കെ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, അതായത് K2 - K1 അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അടുത്തത് ഓർത്തിരിക്കേണ്ടത് പവറിൻ്റെ ഫോർമുലയാണ്. പവർ P ഈസ് ഈക്വൽ ടു W/T, അതായത് വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം, അതായത് യൂണിറ്റ് ടൈമിൽ എത്രത്തോളം ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പവർ. ഇനി ഇതിൻ്റെയൊക്കെ യൂണിറ്റ്സും കൂടെ ഒന്ന് നോക്കി വെച്ചിരിക്കണം. വർക്കിൻ്റെയും എനർജിയുടെയും യൂണിറ്റ് എന്താണ്? ജൂളാണ്. അതുപോലെ പവറിൻ്റെത് വാട്ടാണ്. ഈ പവറിൻ്റെത് കുറേ തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ PSCക്ക്, പല PSCയിലും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഫോർമുലാസൊക്കെ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എ 100 watt മോട്ടർ ഡസ് ഹൗ മച്ച് വർക്ക് ഇൻ 5 സെക്കൻഡ്? അതായത് 100 വാട്ടുള്ള ഒരു മോട്ടർ 5 സെക്കൻഡിൽ എത്ര ജോലി ചെയ്യുന്നു എന്നതാണ് ചോദ്യം. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? 100 വാട്ടെന്ന് തന്നിട്ടുണ്ട്. വാട്ടെന്ന് പറഞ്ഞാൽ എന്താ? പവറാണല്ലേ. അപ്പോൾ 100 വാട്ട് പവറുള്ള ഒരു മോട്ടോർ, അത് പിന്നെ എന്താ തന്നിരിക്കുന്നത്? 5 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അതെന്താണ്? ടൈമാണ്. അപ്പോൾ പവർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം, അതായത് P ഈസ് ഈക്വൽ ടു W/T എന്നാണ്. അപ്പോൾ W എങ്ങനെ കണ്ടുപിടിക്കുക? P ഇൻറ്റു T, അതായത് P മൾട്ടിപ്ലൈഡ് ബൈ T. അപ്പോൾ ഇവിടെ P 100 എന്ന് തന്നിട്ടുണ്ട്, T 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? 100 × 5 ഈസ് ഈക്വൽ ടു 500 ജൂൾ വർക്കാണ് ഈ മോട്ടോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൺസർവേഷൻ ലോസ് എന്ന ടോപ്പിക്ക് കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. അപ്പോൾ അടുത്ത വീഡിയോ സിമ്പിൾ ഹാർമോണിക് മോഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്